വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങ് സത്യയെ ശാലിനിയാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പപ്പിയൊക്കെ ഇവിടെ എപ്പോൾ വന്നതാണ്, എന്നോടൊന്നും പറയാമായിരുന്നില്ലേ, ഇല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും ഇവൾക്കൊന്ന് പറയാമായിരുന്നില്ലേ, ഇവളുടെ കഥകടച്ചുള്ള പഠിത്തവും ഹോംവർക്കും പിന്നെ രണ്ടുപേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും പോഷകാഹാരവും എന്നും പറഞ്ഞ് കുട്ടിയെ ഒരുപാട് വഴക്ക് പറയുകയാണ്. നിന്നെ ക്ഷമിക്കേടി, കുഞ്ഞിനെ തെറ്റ് പറ്റിയാൽ നമ്മളല്ലേ തിരുത്തേണ്ടത് എന്നിങ്ങനെയൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ക്ഷമിക്കാതെ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എന്നെ തല്ലാനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, എൻ്റെ ശത്രുക്കൾക്ക് പറഞ്ഞ് ചിരിക്കാനായിട്ട് ഒരു വഴി ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് സ്വയം അങ്ങ് പഴിചാരുകയാണ്. അന്നേരം ഇവൾക്ക് കുഞ്ഞിന് തെറ്റുപറ്റിയത് തന്നെയാണ്, ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് അവരും കരുതിയില്ലല്ലോ, ഇവൾക്ക് നമ്മളോട് ആരോടെങ്കിലും പറയാമായിരുന്നു. പിന്നെ സത്യാമ്മയ്ക്കുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നാട് മുഴുവനായിട്ട് കുട്ടിയെ തേടി നടക്കുകയല്ലായിരുന്നോ, അതിൻ്റെ ഒരു ചുരുക്കമാണ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നാട് നീളം നടക്കുന്നത് നല്ലത് തന്നെയാണ്, കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് സ്വയം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യമാണെങ്കിൽ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, സോറി അമ്മേ, ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിങ്ങനെ ഏത്തയിടുകയാണ് ശാലിനിയുടെ മുന്നിൽ നിന്ന്. അന്നേരം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ബിഗ് ഫ്രണ്ടിൻ്റെയും കാർത്തിക ആൻറ്റിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി പപ്പിയാണ് ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്തത്, ഞാനതിന് കൂട്ട് നിന്നേ ഉള്ളൂ. കല്യാണം നടക്കുന്ന വീട്ടിലൊരു കുട്ടിയെ കാണാതായാൽ പിന്നെ അവർ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കില്ലല്ലോ, അതിന് വേണ്ടിയാണ് ചെയ്തത്, ക്ഷമിക്കമ്മയെന്നും പറഞ്ഞ് വീണ്ടും കുട്ടി അങ്ങ് ഏത്തയിടുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണനും ശാന്തയ്ക്കും ഒക്കെ സങ്കടം തോന്നുകയാണ്. അന്നേരം നീ കുട്ടി പറയുന്നത് കേട്ടില്ലേ, ഇവർ കല്യാണം മുടക്കാൻ നോക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഇവർക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായെങ്കിൽ, അത് തോന്നിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ്, അച്ഛനും അമ്മയും തമ്മിൽ ഒന്നിക്കാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും, കുട്ടികൾ ചതിക്കില്ല, കുട്ടികളുടെ ആഗ്രഹം പോലെ നടക്കൂ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ശാലിനിക്ക് സങ്കടവും വരുന്നുണ്ട്. പക്ഷേ ശാലിനി ആരുടെയും മുഖത്ത് നോക്കാതെ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ശാരദാമ്മ തിണ്ണയിലേക്ക് ഇരിക്കുമ്പോൾ സത്യ ചോദിക്കുകയാണ്, പറ ശാരദാമ്മേ, എങ്ങനെയാണ് ഞങ്ങൾ കല്യാണം മുടക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ആദ്യം ഒന്ന് സംശയിക്കുന്നെങ്കിലും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, പറഞ്ഞു കൊടുക്ക് ശാരദ എങ്ങോട്ട് കാര്യം കുട്ടിക്ക് എന്ന് പറയുമ്പോൾ, അത് മോളെ ശാരദാമ്മ അത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വിളിച്ചുകൊണ്ട് വിഷയം മാറ്റാൻ എന്നോണം ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സത്യ പിന്നീടൊന്നും ചോദിക്കുന്നുമില്ല. ഇതേസമയം സത്യഭാമയാണെങ്കിൽ പപ്പിയും കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കാറിൽ നിന്നും ആദ്യം സത്യഭാമ ഇറങ്ങുന്നുണ്ട്, പിന്നെ വിഷ്ണു ഇറങ്ങുകയാണ്. അന്നേരം അവിടെ ഉമ്മറത്ത് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ശ്യാമ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടത്തുന്നുണ്ട്, രോഹിത് ഉണ്ട്, രാഘവൻ നായരും പിള്ളയും പൊന്നിയൊക്കെ ഇവർ വരുന്നതും കാത്ത് നിൽക്കുകയാണ്. അന്നേരം ബാക്ക് ഡോർ അങ്ങോട്ട് തുറന്നിട്ട് സത്യഭാമ ഇങ്ങോട്ട് ഇറങ്ങടി, പപ്പി ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇറങ്ങില്ല, എന്നെ തിരിച്ചുകൊണ്ടാക്ക്, ഞാൻ ഇറങ്ങില്ല എന്നും പറഞ്ഞ് കുട്ടി ആകെ അങ്ങ് വാശിയിലാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം കലി കയറുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങടിയെന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് കുഞ്ഞിനെ ഇങ്ങോട്ട് കാറിൽ ഇറങ്ങുമ്പോൾ കുട്ടി മുറ്റത്തേക്ക് അങ്ങ് വീഴുകയാണ്. അന്നേരം ശ്യാമ മോളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഈ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല, വിഷ്ണു ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സാമർഥ്യം കാണിച്ച് ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് വിളിച്ചോണ്ട് പോടി എന്നിങ്ങനെ പറയുന്നുണ്ട് ശ്യാമയോട്. അതെങ്ങനെയാ, അമ്മയുടെ മോളല്ലേ, ഉള്ള ബുദ്ധിയെല്ലാം കൂടി ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞ് ശ്യാമയും വഴക്ക് പറയുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, സത്യമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ, അവൾ കുട്ടിയല്ലേ, അവളുടെ ചെറിയ ബുദ്ധിയിൽ എന്നിങ്ങനെ പറയുമ്പോൾ, ചെറിയ ബുദ്ധിയോ, ആന ബുദ്ധിയാണ് ഇവളുടേത്, കാണിച്ചു വെച്ചത് കേട്ടാൽ നിങ്ങൾക്ക് കേൾക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനി നീ കൂടുതൽ വിശദീകരിക്കുകയൊന്നും വേണ്ട, കുടുംബശ്രീ എന്ന് വിളിച്ച് ശ്യാമ വഴി ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, നീ കുട്ടിയെ ഇനി കൂടുതൽ ഉപദ്രവിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടി കാത്തു നിന്നത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കുട്ടി നിന്നങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ പപ്പിയുടെ അടുത്ത് ചെന്നിട്ട് പപ്പി അങ്ങ് എടുക്കുകയാണ്. മോള് പേടിക്കണ്ട കേട്ടോ, വിഷ്ണു അച്ഛനുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഉമ്മറത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായരെയും കുട്ടി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്, എന്നിട്ടും അങ്ങ് കരയുകയാണ്. അതിന് മോള് കരയണ്ട, വിഷ്ണു അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പപ്പി മോളെ എടുത്തുകൊണ്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നാലെ രോഹിത്തും ശ്യാമയും ഒക്കെ പോകുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ ഒരു ദേഷ്യത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ആ അപമാനിതയായതും ആകെ ഒരു ദേഷ്യം എല്ലാവരോടും ഭാമ അവിടെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഭാമ എങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ കാർത്തിക് നിൽപ്പുണ്ട്. വാ മോളെ എന്നും പറഞ്ഞ് കാർത്തികയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്ന് പറയുകയാണ് രാഘവൻ നായർ. അന്നേരം പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിൻ്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ ഭാമയെ, നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്നിങ്ങനെ, എല്ലാ ഈ വീട്ടിലെ കൊച്ചു കുഞ്ഞിന് പോലും ഇഷ്ടമല്ല നീ ഇപ്പോൾ നടത്തുന്ന വിവാഹം, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒളിച്ചോടുന്നത് ഞാനല്ല, ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹ പന്തലിൽ നിന്നും നമ്മുടെ മകൻ വിഷ്ണുവാണ് ഒളിച്ചോടിയത്, എന്നിട്ട് അവൻ തിരികെ വന്നതോ ദേ ഇവളെയും വിളിച്ചുകൊണ്ട്, ഇവളെ
പിന്നെ വിളിച്ചുകൊണ്ടുവരിക മാത്രമല്ല, ദേ ഈ കഴുത്തിൽ ഈ ഒരു താലിയും കെട്ടിയിട്ടെന്ന് പറഞ്ഞ് കാർത്തികയുടെ കഴുത്തിലെ താലിയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പൂമാലയും ഒക്കെ ഇട്ട് അവനാണ് വിളിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവനാണ് വിഷ്ണുവിൻ്റെ ഭാര്യ. അതിപ്പോൾ പകുതി രഹസ്യമാണ്. പക്ഷെ 10 ആളുകളുടെ മുമ്പിൽ അതെനിക്ക് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. താലിക്കൊരു നേരുണ്ട് രാഘവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടി അതേപോലൊരു താലിയാണ് ഇവളുടെ കഴുത്തിലും കിടക്കുന്നത്. ഇനി ഈ കല്യാണം നടത്താൻ വേണ്ടി ഈ സത്യഭാമ ഏതറ്റം വരെയും പോവും. അത് തടുക്കാനായിട്ട് ഒരു കുഞ്ഞിനും കഴിയില്ല. ഇത് സത്യഭാമയുടെ വാക്കാണ് എന്നിങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ അഹങ്കാരത്തോടെ പറയുകയാണ്. രാഘവൻ നായരാണെങ്കിൽ ആകെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വാമോളെന്ന് വിളിച്ചുകൊണ്ട് കാർത്തികയും കൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും വിളിക്കുകയാണ് രാഘവൻ നായർ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട്. അല്ല, നീ താലിയുടെ കാര്യമൊക്കെ, താലിയുടെ നേരിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. വിഷ്ണു ശാലിനിയുടെ കഴുത്തിലൊരു താലി കെട്ടിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ നീ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരവും ഭാമ അഹങ്കാര ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. മറന്നുപോയതല്ല, മനഃപൂർവ്വം ഓർമ്മിക്കാത്തത് തന്നെയാണ്. ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹ ജീവിതത്തിൽ ഒരു 6 വർഷത്തെ ഇരുണ്ട സമയമുണ്ട്. അവൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് തന്നെയാണ് അവൾ അജ്ഞാതവാസത്തിന് വേണ്ടി പോയത്. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് കിട്ടിയതാണ് സത്യ എന്ന പെൺകുട്ടി. അതിന് പ്രതിഫലമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് എന്നിട്ട് അപ്പോൾ രാഘവനാരൊന്നും മിണ്ടുന്നില്ല. എന്താ അവളെക്കുറിച്ച് ഒന്നും പറയാനില്ലേ, രാഘവേട്ടനൊന്നും പറയാനില്ലേ, എന്തെങ്കിലും ന്യായീകരണമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവനാരൻ ആകെ തലകുലിക്കുക നിൽക്കുകയാണ്. തിരിച്ചൊന്നും പറയുന്നില്ല. തുടർന്ന് ഭാമയാണെങ്കിൽ കാർത്തികയെ വിളിച്ചങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ അവിടെ നിന്ന് എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്. പിള്ളയും പൊന്നിയും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. പോകാൻ നേരം ഭാമ പറയുന്നുണ്ട്, ഇനി ശാലിനി ഒരിക്കലും എൻ്റെ മരുമകളാകില്ല. ഇവളാണ് ഇനി മുതൽ എൻ്റെ മരുമകൾ. ശാലിനി എനിക്കൊരു വെറും പരിചയക്കാരി മാത്രമാണ്. ഈ സത്യഭാമയുടെ വീട്ടിലേക്ക് അവളെ ഇനി കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഭാമ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നത്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ പപ്പിയും കൊണ്ട് ആ മുകളിൽ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. അന്നേരം പപ്പി അങ്ങോട്ട് കരച്ചില്ലാണ്. തുടർന്ന് മുകളിൽ കൊണ്ട് ചെന്നിട്ട് ആ സെറ്റിലേക്ക് ഇരുന്നുണ്ട്. വിഷ്ണു അച്ഛൻ്റെ കുട്ടി എന്തിനാ കരയുന്നത്, എൻ്റെ കുട്ടി കരയണ്ട കേട്ടോ, ഇവിടെ ഇരിക്കുക, വിഷ്ണു അച്ഛൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് സെറ്റിയിലിരുത്തിയിട്ട് വിഷ്ണു റൂമിലേക്ക് പോയിട്ട് ഒരു പിടി ചോക്ലേറ്റുമായിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ നീട്ടുന്നുണ്ടെന്ന്, ദേ ഇത് നോക്കിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഹായ് എന്നിങ്ങനെ കുട്ടി കരഞ്ഞ കുട്ടി അങ്ങോട്ട് ചിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടിയുണ്ട്. മറ്റേ കയ്യിൽ വെള്ളം, ഒരു കയ്യിൽ മുട്ടായി ആയിട്ടാണ് വരുന്നത്. അന്നേരം നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ കേട്ടോ, ഇതങ്ങോട്ട് കുടിച്ചേന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളം വേണ്ട വിഷ്ണു വെച്ചാന്ന് പറയുകയാണ്. അത് പറ്റില്ല, കരഞ്ഞ് തൊണ്ടയൊക്കെ വറ്റി, ഇത് കുടിച്ചേ വെക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം ഇത്തിരി പോലും കുടിച്ചിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി കൂടെ കുടിച്ചേന്ന് പറയുകയാണ്. തുടർന്ന് കുടിക്കുന്നുണ്ട്. ബാക്കിയത് വിഷ്ണു ഒരു കവള് കുടിച്ചിട്ട് അതങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, മോൾ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ, ആര് പറഞ്ഞിട്ടാ പോയതെന്ന് ചോദിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് സ്വയം തോന്നി ഞാൻ ഇറങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. വിഷ്ണു അച്ഛൻ ആ കാർത്തികാൻ്റിയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് മുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോയതെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി ഇഷ്ടമല്ല എന്ന്. അതെന്താ കാരണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ആൻറ്റി ചീത്തയാണ്, വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാൽ മതി, ചേച്ചിയമ്മയാണ് ചേരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, പക്ഷേ സത്യാമ്മ സമ്മതിക്കില്ലല്ലോ, സത്യാമ്മ അതിന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് മുടക്കാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കാർത്തികയെ ഞാൻ തന്നെയാണ് ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, പക്ഷേ അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു കാർത്തികയെ കൊണ്ടുവന്ന ആ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട്. ആ മലമുകളിൽ വെച്ച് അവൾ കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ചാടാൻ പോയതും അതിനുശേഷം തൻ്റെ കഥകൾ പറഞ്ഞതും പോകാനൊരിടമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടുകാരികളുടെ വീട്ടിൽ പൊയ്ക്കൂടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂട്ടുകാരികളുടെ വീടൊക്കെ അച്ഛനെ അറിയാം, ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കുന്ന ലാഘവത്തോടു കൂടി അച്ഛൻ എന്നെ തൂക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞത് ആ വിഷ്ണു ഒന്നുകൂടി എടുത്തെടുത്ത് ആലോചിച്ചിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ എവിടെ എന്നിങ്ങനെ ഞാനത് മറന്നുപോയി എന്നിങ്ങനെ പറയുകയാണ്. അത് പതിയാണ് പറയുന്നത്. അന്നേരം പപ്പയെ മോൾ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, പറ വിഷ്ണു അച്ഛൻ എങ്ങനെയാണ് മുടക്കുക, വിഷ്ണു അച്ഛൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇനി പറയില്ലല്ലോ മോളെ, പ്രവർത്തിക്കലാണ്, പക്ഷേ അതിന് നമുക്ക് ഒരാളുടെ സഹായം കൂടി വേണ്ടി വരും, ഒരേ ഒരാളുടെ സഹായം, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൈ ചുരുട്ടിയ സെറ്റ് കസേരയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ തൻ്റെ ജീപ്പിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ നിന്ന് വിഷ്ണു ജീപ്പ് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശാലിനി അകത്തു നിന്ന് ഓടി ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് ശാലിനി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അന്നേരം സങ്കടത്തോടെയാണ്, കണ്ണൊക്കെ നിറഞ്ഞ വിഷ്ണുവിനെ കാണാനുള്ളൊരു ആഗ്രഹത്തോട് ശാലിനി ഓടി ഇറങ്ങി വരികയാണ്. തുടർന്ന് മുറ്റത്തേക്ക് ആ തുളസിത്തറയുടെ അവിടെയായിട്ട് രണ്ടുപേരും കൂടി അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ വിഷ്ണു പറയുകയാണ്, തനിക്ക് ഓഫീസിൽ പോകാനായിട്ട് അത്യാവശ്യമുണ്ടോ, ഒരു വിശദമായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കാനുണ്ടായിരുന്നു
അത്യാവശ്യമുണ്ടായിരുന്നു, അത്യാവശ്യമാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം എന്നിങ്ങനെ വിഷ്ണു ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത്. അന്നേരം ശാലിനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശാലിനി പറയുകയാണ്, അത്യാവശ്യമുണ്ട്, ഓഫീസിലൊക്കെ പോകണം, പക്ഷേ വിഷ്ണുവേട്ടനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അന്ന് ഒരു രാത്രി വന്നിട്ട് വിഷ്ണുവേട്ടൻ ഒരു കാര്യം പറയാനായിട്ട് വന്നിട്ട് പാതി വഴിക്ക് പറഞ്ഞു നിർത്തിയിട്ട് പോയതാണ് എന്നിങ്ങനെ. അപ്പോഴാണ് അച്ഛനൊക്കെ വന്നത്, പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നീടല്ലേ പപ്പിമോളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, പിന്നീട് അതെല്ലാം തനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമുണ്ട്, കാർത്തിക് എന്ന നവവധുവിനെ പറ്റിയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞു തുടങ്ങിയത്, അതിൻ്റെ ബാക്കി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, കാർത്തിക നവവധു തന്നെയാണ്, പക്ഷേ ഈ വിഷ്ണുവിൻ്റെ അല്ല, മറ്റാരുടെയോ ആണ് എന്നിങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ശാലിനി പറയുകയാണ്, ആ ആള് ജയശങ്കർ അല്ലേ, പിന്നീട് അത് ഞാൻ അറിഞ്ഞ കഥ തന്നെയാണ്, പിന്നീട് കാർത്തികയ്ക്ക് ഒരു കാമുകനുണ്ട് ഹർഷൻ, ഇതൊക്കെ ഞാൻ അറിഞ്ഞ കഥകൾ തന്നെയാണ്, അത് സെക്കൻഡ് പാർട്ടാണ്. ഇനിയാണ് എനിക്ക് അറിയേണ്ടത്, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു LD ക്ലർക്കിൻ്റെ പണിയല്ല, ഒരു ഫോൺ കോളിലോ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു പ്രസ്സിലോ ഒക്കെ വിവരങ്ങൾ എൻ്റെ ചെവിയിലെത്തും എന്നിങ്ങനെ പറയുമ്പോൾ, അത് നന്നായി, എനിക്ക് പിന്നെ ബാക്കി വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, തനിക്കെല്ലാം മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വിഷ്ണുവേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ എല്ലാം അറിയണമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, ഒരു ലാപ്ടോപ്പിൻ്റെ പ്രസ്സിലോ ഒരു ഫോൺ കോളിലോ ഒന്നും അറിയാത്തതായിട്ട് ജില്ലാ കളക്ടർക്കും പ്രധാനമന്ത്രിക്കും ഒന്നും കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥാനമുണ്ട്, മനുഷ്യൻ്റെ മനസ്സാണത്, അത് അവനവൻ പറഞ്ഞാൽ മാത്രമേ പുറത്തോട്ട് അറിയത്തുള്ളൂ, എന്താ അതിന് തർക്കമുണ്ടോ തനിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, എനിക്ക് തർക്കമില്ല, ഒരു പക്ഷേ എനിക്കതിന് കഴിയില്ല, വിഷ്ണുവേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് ബാക്കി സത്യങ്ങളെല്ലാം അറിയണം, കാർത്തികയുമായിട്ട് വിഷ്ണുവേട്ടൻ എന്താ ബന്ധം എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ വിഷ്ണു അത് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നിനക്ക് ശാലിനിക്ക് ഓർമ്മയില്ലേ, അന്ന് മധുശ്രീയുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് അമ്മ തുനിഞ്ഞപ്പോൾ അന്ന് വിവാഹം മുടക്കാനായിട്ട് ശാലിനിയും ശാരദാമ്മയും ഒക്കെ കൂടി അമ്പലത്തിൽ വന്നില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണു ആ സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മധുശ്രീയുടെ വിവാഹ ചടങ്ങും ശാലിനിയും ശാരദാമ്മയും വന്നതും വിഷ്ണു ഡ്രസ്സ് മാറാൻ പോയപ്പോൾ അവിടെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായതും കാണിക്കുകയാണ്. അത്രയും കൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഇനിയാണ് അത് സംഭവം മൊത്തം കാണിക്കുന്ന നെക്സ്റ്റ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാർത്തികയെ അവിടെ വെച്ച് കണ്ട സംഭവങ്ങൾ മുതൽ മുഴുവൻ വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ്, വിഷ്ണുവിനും അങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഈ മഹാവിഷ്ണുവിന് ഒരു ഭാര്യമായിട്ട് ഈ ഒരു മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ, അത് താനാടോ ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവേട്ടൻ എനിക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും ശാലിനിയും കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ആ മുറ്റത്ത് വെച്ച് തന്നെയാണ് അതൊക്കെ കാണിക്കുന്നത്. അതിനുശേഷവും സത്യഭാമ വീട്ടിലാകെ ദേഷ്യത്തോടെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡോടുകൂടി വിഷ്ണു കാര്യങ്ങളെല്ലാം ശാലിനിയോട് അവിടെ വ്യക്തമായിട്ട് തുറന്നു പറയുകയാണ്. കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വിഷ്ണു കാർത്തികയുടെ ഇപ്പോഴത്തെ സ്വഭാവവും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, ഇനി കാർത്തികയ്ക്കെതിരെ പോരാടുന്നതിൽ താൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശാലിനിയുടെ കൈയൊക്കെ കോർത്ത് പിടിക്കുന്നുണ്ട്. തൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി സത്യഭാമയുടെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കിട്ടുന്ന എപ്പിസോഡുകളാണ്. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.